കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന സെമിനാറിൽ രാഷ്ട്രീയ തർക്കം. സെമിനാറിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ ചേരിതിരിവുണ്ടായത്. രൂക്ഷമായ വാക്കുപോരായിരുന്നു ഇരുപക്ഷങ്ങളും തമ്മിൽ നടത്തിയത്. നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ എന്നിവർ കുറ്റപ്പെടുത്തി. റോഡുകൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഫണ്ട് കണ്ടെത്താതിരിക്കുകയും അതിന് വകയിരുത്താതിരിക്കുകയും റോഡുകൾ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളൊക്കെ തന്നെ വളരെ മോശമായ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഫണ്ട് വകയിരുത്താതെ അത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമീപനമായിട്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണപക്ഷത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ കുറേ പാർട്ടിക്കാരുൾപ്പെടെയുള്ള ആളുകളെ വികസന സെമിനാറിൽ കൊണ്ടുവന്നു കണ്ട് നമ്മളുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ LDFന്റെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്വം BJP-കാരനായ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും BJP ആരോപിച്ചു. എന്നാൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നഗരസഭ മികച്ച നേട്ടങ്ങളാണ് കൈവരിക്കുന്നതെന്നും നഗരസഭാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതുൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നയമാണ് BJP-യുടേതെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ എന്നിവർ പറഞ്ഞു. എന്നാൽ അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ വികസന സെമിനാറിൽ BJP അംഗങ്ങൾ കാഴ്ചവെച്ചത്. എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ് നമ്മളുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുകയും ഇക്കാലം അത്രയും 40-ലേറെ വർഷക്കാലം കൊടുങ്ങല്ലൂർ നഗരസഭ LDF ഭരിച്ച് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്ര ഫണ്ട് ഔദാര്യമല്ലെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശമാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. താൻ നേതൃത്വം നൽകുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരാജയത്തിന് ഇടതുപക്ഷ ഭരണസമിതിയെ പഴിചാരുവാനാണ് BJP-കാരനായ ON ജയദേവൻ ശ്രമിക്കുന്നതെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.